പാലക്കാട് നിന്ന് തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ്. പാലക്കാട് പുതുനഗരത്ത് പൊട്ടിത്തെറിയിൽ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ ഷെരീഫിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി അജിത് ബാബു തന്നെ ചേരുകയാണ്. അജിത്ത്, എന്താണ് സംഭവിച്ചത്? രുചിഷ്, ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഇത് പൊട്ടിത്തെറിച്ചത് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ആണെന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയ സമയത്ത് ഗ്യാസ് സിലിണ്ടർ അല്ല, വീട്ടിലെ മറ്റു ഉപകരണങ്ങളല്ല പൊട്ടിത്തെറിച്ചതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അല്പസമയത്തിനുള്ളിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി പരിശോധന നടത്തും. അത്തരത്തിൽ കൃത്യമായി ഈ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് എന്താണ് പൊട്ടിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘവും ഈ സ്ഥലത്ത് വീട്ടിലെത്തി പരിശോധന നടത്തും. ഇതിൽ ഈ ഷെരീഫിന്റെ പരിക്ക് ഗുരുതരമാണ്, പൊള്ളലേറ്റത് ഗുരുതരമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷഹാന എന്നിവർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനായിട്ട് അത് മനസ്സിലാക്കാനായിട്ടുള്ള പരിശോധന ഇപ്പോഴും വീട്ടിൽ തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. രുചീഷ്. ശരി അജിത്ത്, പാലക്കാട് പുതുനഗരത്താണ് പൊട്ടിത്തെറിയിൽ സഹോദരങ്ങൾക്ക് പരിക്കേറ്റത്. വീട്ടിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് അജിത് ബാബു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.